ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയം തന്നെയാണ് കൈവരിക്കുവാൻ സാധിച്ചത്. വയനാട്ടിൽ 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായി. പാലക്കാട്ടാകട്ടെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയും ചെയ്തു. എന്നാൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് പരാജയപ്പെടുകയായിരുന്നു. 1996 മുതൽ ചേലക്കര അടക്കി ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇക്കുറിയും ചേലക്കര സ്വന്തമാക്കുവാൻ സാധിച്ചു. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞു എന്നത് ശരിയാണെങ്കിൽ പോലും 2016 മത്സരിച്ച UR പ്രദീപിന് അന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചു എന്നതാണ് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമ്യ ഹരിദാസ് ചേലക്കരയിൽ പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരി രമ്യ ഹരിദാസ് തന്നെയാണെന്ന് പാർട്ടിക്കുള്ളിൽ അവർക്കെതിരെ ഒരു വലിയ ആരോപണമുണ്ട്. താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരോട് ഒരു അഹങ്കാര മനോഭാവമാണ് രമ്യ ഹരിദാസിനുള്ളത്. അതുകൊണ്ടാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതെന്ന് പ്രാദേശിക നേതാക്കന്മാരിൽ പലരും ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഈ തക്കം കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇടതുപക്ഷം. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്, പാലക്കാടും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചേലക്കര ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. ആ ഇടതുപക്ഷ കോട്ട രമ്യ ഹരിദാസിലൂടെ കോൺഗ്രസ് പിടിക്കുകയും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്. അതോടൊപ്പം ചേലക്കരയിലെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്കുള്ള കൊട്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി UR പ്രദീപ് ചേലക്കരയിൽ നിന്ന് 2024 ഈ ഉപതെരഞ്ഞെടുപ്പിലും വീണ്ടും വിജയിച്ചു കയറിയത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ രമ്യ ഹരിദാസിനെതിരെ ആരോപണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം 19 MP ആയതിനു ശേഷമുള്ള ചില അഹങ്കാര മനോഭാവമാണ് എന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെയുള്ള കൃത്യമായ മറുപടി രമ്യ ഹരിദാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ചേലക്കരയിലെ പ്രിയപ്പെട്ടവർക്ക് നന്ദി. പ്രചരണ രംഗത്ത് കഠിനാധ്വാനം ചെയ്ത നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചും ചേലക്കര അസംബ്ലി മണ്ഡലത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഇവ രണ്ടും എന്നും UDFന് ബാലികേറാമലയായിരുന്നു എന്ന് ഓർക്കണം. മികച്ച പ്രവർത്തനങ്ങളിലൂടെ 2019 ആലത്തൂരിൽ നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. ഏറ്റവും സീനിയറായ നിലവിലെ മന്ത്രിയായ നേതാവിനെ തന്നെ ഇറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുമ്പോഴും ഭൂരിപക്ഷം കേവലം 20,000 വോട്ടായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്നായിരുന്നു ഞാനടക്കം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചേലക്കരയുടെ കണക്കുകൾ കൃത്യമായി അറിയാം. എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിന് കൃത്യമായ മുൻതൂക്കവും സംഘടനാ സംവിധാനവുമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര. അവിടെ കടന്നു കയറണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഈ സമയത്ത് കഠിനമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള സകല ഭരണ സഹായങ്ങളും ചേലക്കരയിൽ എത്ര ശക്തമായി പ്രവർത്തിച്ചു എന്നതും നമ്മൾ കണ്ടതല്ലേ. എന്നിട്ടും ചേലക്കരയിലെ പ്രവർത്തകരുടെയും ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളുടെയും നേതൃത്വത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 40,000-ഓളം വരുന്ന ഭൂരിപക്ഷം 12,000 വോട്ടുകളിലേക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അത്തരമൊരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രവർത്തനമല്ല എന്നാണ് വ്യക്തിപരമായി എൻ്റെ വിലയിരുത്തൽ. തോൽവിയിൽ വ്യക്തിപരമായി എനിക്ക് അതിയായ ദുഃഖമുണ്ട്. UDFന്റെ പ്രവർത്തകർ ആഗ്രഹിച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നിരാശയുമുണ്ട്. പക്ഷേ അതിജീവിച്ചല്ലേ പറ്റൂ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. കൂടുതൽ ശക്തിപ്പെടുത്തിയും വ്യക്തിപരമായി പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തിയും നമുക്ക് മുൻപോട്ട് പോകണം. കാലം കടന്നു പോകുമ്പോൾ ചേലക്കര അടക്കമുള്ള എല്ലാ കുത്തക മണ്ഡലങ്ങളും ഒരിക്കൽ നമ്മൾ പിടിച്ചടക്കും. ഈ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ കൂടി മറുപടി വേണമെന്ന് തോന്നി. ഒന്ന്, ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല. അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല. ഞാൻ പിന്തുണയ്ക്കുന്നുമില്ല. അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവുമല്ല. എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിന്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത്. അത് അദ്ദേഹത്തിന്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ ആയിരുന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചുവെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. 2, മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായി സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്നത്
MP ആയപ്പോൾ എൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ശമ്പളം പോരാ എന്നല്ല ഞാൻ പറഞ്ഞത്, കിട്ടുന്ന ശമ്പളം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. MP ആയിരുന്നതിന് ശേഷം ഇത്ര പണം ലഭിച്ചിട്ടും പട്ടിണിയാണെന്നും ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശമ്പളവും അലവൻസുമായി ലഭിക്കുന്ന 1,87,096 രൂപയിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാതെ വായ്പയായി വാങ്ങിയ എൻ്റെ വാഹനത്തിൻ്റെ അടവ് പോകേണ്ടിയിരുന്നു. മിക്ക ദിവസവും എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? ഇന്നോവയുടെ മൈലേജ് അറിയാമല്ലോ. നല്ലൊരു തുക ഡീസലിനായി മാറ്റിവെക്കണം. മെയിൻ്റെനൻസ് ഇതിനു പുറമെയാണ്. ഗവൺമെൻറ് തരുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് മാത്രം 2 ജില്ലകളിലായി 7 നിയോജക മണ്ഡലങ്ങളിലുള്ള ആലത്തൂർ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കഴിയില്ലെന്ന് ഊഹിക്കാമല്ലോ. അതിനായി വെച്ച സ്റ്റാഫുകളുടെ ശമ്പളവും ഓഫീസ് വാടകയും ഇതിൽ നിന്ന് കണ്ടെത്തണം. ഡൽഹിയിലെ ഒരു സ്റ്റാഫിന്റെ ശമ്പളം ഇതിനു പുറമെ കൊടുക്കണം. ഡൽഹിയിലെ വീടിന്റെ ചാർജുകൾ, ആലത്തൂരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന എൻ്റെ വീട്ടുവാടക, എല്ലാം കൂടി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ അഭിമുഖത്തിന്റെ ഹെഡിങ്ങായി വന്നത് രമ്യ ഹരിദാസ് പട്ടിണിയിൽ എന്നാണ്. ഒരു സമ്പാദ്യവും എൻ്റെതായി എനിക്കില്ല. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവളാണ് ഞാൻ. സ്വന്തമായി ഒരു കുഞ്ഞു വീട് സ്വപ്നം കണ്ട് ജീവിച്ച ആളാണ്. വർഷങ്ങളോളം എടുത്താണ് അതിൻ്റെ പ്ലാസ്റ്ററിംഗ്, നിലംവിരിക്കൽ പണി പോലും ചെയ്തത്. ഒരു ആർഭാടവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും കാണിച്ചിട്ടില്ല. ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. 1 രൂപ പോലും ജനസേവനത്തിനു വേണ്ടി എടുത്തു വെക്കാൻ എനിക്ക് എൻ്റെതായ വരുമാനവുമില്ല. ഒരു മാസം വണ്ടി കൂടുതൽ ഓടേണ്ടി വരുമ്പോൾ പേടിയാണ്. കാരണം ഡീസലിന് നീക്കിവെച്ച കാശ് തീരുമോ എന്ന പേടി. 1 രൂപ പോലും കയ്യിലില്ലാത്ത ഞാനടക്കമുള്ള പൊതുപ്രവർത്തകന്റെ അവസ്ഥ വിവരിച്ചാണ് ആ അഭിമുഖത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഇല്ലാത്ത ഏതൊരു പാർട്ടിക്കാരൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഏത് പാർട്ടിക്കാരനായാലും അത് വിവരിക്കുക മാത്രമായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ചെയ്തത്. അത് യാഥാർത്ഥ്യവുമാണ്. ജനപ്രതിനിധിയാകുന്നതിന് മുമ്പ് നിലമ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചിരുന്നത്. കഴിഞ്ഞതൊന്നും മറന്നില്ല, മറക്കുകയുമില്ല. പക്ഷേ 1,87,000 കിട്ടിയിട്ടും പട്ടിണി മാറാത്തവൾ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം വരുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നുണ്ട്. ജീവിതത്തിൽ 5 രൂപ തികച്ചെടുക്കുവാനില്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് പലരുടെയും സഹായം കൊണ്ട് ജീവിച്ചതൊന്നും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരുവൾക്ക് ജീവിക്കാൻ 1,87,000 പോരാ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് പ്ലീസ്. അതെന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ഇനി ഞാൻ അവതരിപ്പിച്ച കണക്കിൻ്റെ പേരിൽ അധിക്ഷേപം വേണ്ട പ്ലീസ്. എന്നെ സ്നേഹിക്കുന്നവരുടെ അറിവിലേക്കായി പറഞ്ഞതാണ്. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മളെല്ലാം. ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാരെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മുട്ടുകുത്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. എല്ലാ കോട്ടകളും വീഴുന്ന ദിനങ്ങൾ വരും. ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കും. തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് തിരുത്തലുകൾ വരുത്തിയിരിക്കും. നമ്മൾ തിരിച്ചു വരും. ജയ് കോൺഗ്രസ്, ജയ് UDF. ഇങ്ങനെ അവസാനിക്കുന്നു രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് രമ്യക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പറ്റി ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. മറ്റേതൊക്കെയോ ആരോപണങ്ങളാണ് രമ്യ ഹരിദാസ് പറയുന്നത്. രമ്യ ഹരിദാസിൻ്റെ തോൽവിയെ സംബന്ധിച്ചുള്ള പോസ്റ്റുകളുടെ എല്ലാം താഴെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് രമ്യ അല്ലായിരുന്നുവെങ്കിൽ ചേലക്കര പിടിക്കാമെന്നായിരുന്നു. രമ്യ ഹരിദാസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ഈ വിമത ശബ്ദം കേൾക്കാതിരിക്കുവാൻ സാധിക്കില്ല. അത് കേട്ടേ മതിയാകൂ എന്നാണ് ചില നേതാക്കന്മാരും പറയുന്നത്.